വാശി പിടിക്കാതെ മോളെ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മയ്ക്ക് ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. അരുണേട്ടന്റെ വീട്ടിൽ പോയതിനു ശേഷം ഈ മാറ്റം. അവിടെ എന്തെങ്കിലും സംഭവിച്ചതായി മഞ്ജു ചേച്ചി പറഞ്ഞതുമില്ല. നിങ്ങൾ ആരും കരുതുന്നൊന്നുമല്ല ഈ തളർച്ചയ്ക്ക് കാരണം. മഞ്ജു ചേച്ചിയെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഉടനെ ചേച്ചി ഇങ്ങോട്ട് വരും. എന്തിനിതൊക്കെ വിളിച്ചു പറയാൻ പോയത്? ആരോടും ഒന്നും പറയുന്നില്ല. പിന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അവളുടെ പ്രാക്ക ഇതിനൊക്കെ കാരണം. ആ കാർത്തൂന്റെ. അവൾ അരുണേട്ടനെ കല്യാണം കഴിച്ച ശേഷം ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. എന്താണ് രണ്ടാളുടെ ഒരു ചർച്ച? എന്തായി കണ്ണേട്ടാ? രണ്ടിടത്തും പോയി. ആദ്യം അരുണിന്റെ അപ്പച്ചിയെ കണ്ടു, പിന്നെ അരുണിന്റെ വീട്ടിൽ പോയി അയാളെയും അയാളുടെ ഏട്ടത്തെയും കണ്ടു. അപ്പച്ചി കണ്ടിട്ട് വഴക്കുണ്ടായോ? ഉറഞ്ഞു തുള്ളി. ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടാ അങ്ങോട്ട് പോണ്ടാന്ന്. ഇനി പോലീസ് കേസ് ആവാതിരുന്ന ഭാഗ്യം. ഒരു കേസുമില്ല, വഴക്കുമില്ല. പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവരടങ്ങി. അരുണിന്റെ അപ്പച്ചിയോ? വെറുതെ കള്ളം പറയണ്ട കണ്ണേട്ടാ. ഞാൻ കള്ളമല്ല പറയുന്നത്. നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഉള്ളത് ഒതുക്കി വെക്കുകയില്ല. അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്ന കൂട്ടത്തിലല്ലല്ലോ അരുൺ സാറിന്റെ അപ്പച്ചി. എന്നാൽ ഇവിടെ കീഴടങ്ങി ആയുധം വെച്ച്. ഇനി അവര് കൂടുതൽ കടുംപിടുത്തൊന്നും പിടിക്കില്ല. എന്താ രണ്ടാൾക്കും വിശ്വാസം വരുന്നില്ലല്ലേ? സാരമില്ല, ഉടനെ പലതും സംഭവിക്കും. അത് കഴിയുമ്പോ കണ്ണേട്ടം പറഞ്ഞത് ശരിയാണെന്ന് രണ്ടാൾക്കും തോന്നി തുടങ്ങും. എന്തൊക്കെയാ കണ്ണേട്ടൻ അവിടെ പോയി സംസാരിച്ചത്? അതൊക്കെ എന്നിട്ട് നിങ്ങൾ അറിയുന്നേ? പോയതിന് ബലം ഉണ്ടായെന്ന് അറിഞ്ഞാൽ മാത്രം പോരെ? അരുണിന്റെ അപ്പച്ചി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത്. എന്നെ വിശ്വാസം ഉണ്ടല്ലോ രണ്ടാൾക്കും. എന്നാ പിന്നെ എന്റെ വാക്കും വിശ്വസിക്കാം. എടി, എനിക്കിതിനകത്ത് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. മല പോലെ വന്നത് എലി പോലെ പോയെന്ന് കേട്ടിട്ടില്ലേ? അതായിരുന്നു ഇന്നത്തെ അവസ്ഥ. ആദ്യം അപ്പച്ചി അങ്ങ് കത്തി കയറി. ആ തീ ഞാൻ നല്ല രീതിയിൽ കെടുത്തുകയും ചെയ്തു. എടി, നമ്മുടെ മോടെ ഭാഗത്തൊരു തെറ്റുമില്ല. പിന്നെ എന്തിനാ അവളെ നടതള്ളിയത്? സംഗതിയൊക്കെ ശരിയാ. ഇനി കണ്ണേട്ടനെ അന്വേഷിച്ച് പോലീസുകാർ വരുമോ? വരും വരും വരും. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എന്തായാലും അരുണിന്റെ അപ്പച്ചി എനിക്കെതിരെ പോലീസ് കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. പറന്ന് നടക്കുന്ന കിളികളുടെ ചിറകരിഞ്ഞാ പിന്നെ അത് മുകളിലേക്ക് പറക്കില്ല, താഴേക്ക് വരും. അച്ഛാ, എന്താ അച്ഛാ അമ്മയ്ക്ക് പറ്റിയത്? മോള് ചോദിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് എന്തെങ്കിലും പറയുന്ന സ്വഭാവം ഇല്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചാ പഴയ പോലെ ചൂടാകുന്നില്ല. നല്ല സങ്കടമുണ്ട്. അനാഥ പെണ്ണിനെ എടുത്തു വളർത്തിയോൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അത് ഉറപ്പാ. ഞങ്ങള് പെൺമക്കളെ കൊല്ലുമെന്ന് പറഞ്ഞു കാണൂ അവൻ. അങ്ങനെ പറഞ്ഞാലേ അമ്മയ്ക്ക് ഇത്രയും വേദനിക്കുള്ളൂ. അവിടെയാ മോൾക്ക് തെറ്റുപറ്റിയത്. അയാൾ ഇനി എത്ര വലിയ ഭീകരനാണെങ്കിലും അയാളുടെ മുന്നിൽ മോളുടെ അമ്മ പതറില്ല. അയാളുടെ ഭീഷണിയും വകവയ്ക്കില്ല. ഇതൊന്നുമല്ല കാര്യം. നമ്മൾ കരുതുന്നതിനപ്പുറം എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരാണിന്റെ മുമ്പിലും തല കുമ്പിടരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ മോളുടെ അമ്മ. അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഒരു ജയിൽ പുള്ളിയുടെ മുന്നിലും തളരില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. പിന്നെ എന്താ അമ്മയ്ക്ക് പറ്റിയത്? ഇനി അരുൺ കാർത്തൂനെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ അമ്മയായിട്ട് ഇടഞ്ഞു കാണുമോ? കാർത്തൂന്ന് വെച്ച അരുണിന് ജീവനാ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോന്നറിയില്ല. എന്നാലും അവനെ നിലക്ക് നിർത്താനുള്ള കഴിവൊക്കെ മോളുടെ അമ്മയ്ക്കുണ്ടല്ലോ. ആകെ കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാ. ഒന്നും ഉറപ്പാ മോളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, കാർത്തു ദൈവാധീനമുള്ള കുട്ടിയാ. അവളെ കൂടുതൽ വേദനിപ്പിച്ചാൽ അതിന് നിമിത്തമാകുന്നവരൊക്കെ സങ്കടപ്പെടേണ്ടി വരും. ഇത്തരം സംസാരം കേൾക്കാനല്ല ഞാൻ വന്നേ. അവള് ദൈവത്തിന്റെ കുട്ടിയാണെന്നും അച്ഛൻ സമർത്ഥിക്കുന്നത് കേൾക്കാനുമല്ല. എന്റെ അമ്മയ്ക്ക് എന്ത് നടന്നതൊക്കെ അറിയാവുന്ന അച്ഛൻ ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്മയും ക്ഷമയുമുള്ള ഒരാളെയാ നിനക്ക് ഭർത്താവായി കിട്ടിയത്.
എന്നാ 10-24 വർഷം മുമ്പുണ്ടായ ചതി നിന്റെ മനസ്സിനെ ഇളക്കി മറിച്ചു. അതിന്റെ ഫലം അനുഭവിച്ചത് കൂടുതലും ശരത്താണ്. എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് അറിയില്ല. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താനും എനിക്ക് പറ്റുന്നില്ല. ജീവിതാവസാനം വരെ എല്ലാം മൂടി വയ്ക്കാൻ പറ്റില്ല മോളെ. അല്ല, ഈ പറഞ്ഞ കണ്ണൻ ആളെങ്ങനെയാ? ജയിലിലൊക്കെ കിടന്നിട്ട് വന്ന ആളാ. അയാള് ആ സംഭവം വെച്ച് മുതലാക്കുവോ? അറിയില്ല. അതൊന്നുമല്ല എന്റെ പ്രശ്നം. അയാൾക്കൊപ്പമുള്ള കാർത്തുവാണ്. അവൾ ആരാണെന്ന് അറിയണം. നീ സംശയിക്കുന്ന പോലെ അവൾ ആ കുഞ്ഞാകണമെന്നില്ല. ആകരുതേന്ന എന്റെയും പ്രാർത്ഥന. എന്നാൽ എല്ലാം കൂട്ടി വായിക്കുമ്പോ എനിക്കൊരു സമാധാനമില്ല. വഴിയിൽ കളഞ്ഞ മകള് എന്നെങ്കിലും അമ്മയ്ക്കരികിൽ തിരിച്ചെത്തണമെന്ന് ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഭയം ശരിയായിത്തീരും. അരുണിന്റെ ഭാര്യ ആ കുഞ്ഞു തന്നെ ആയെന്ന് വരാം. എങ്കിലും കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കും വരെ ഇങ്ങനെ ഭ്രാന്തെടുത്തോടിയിട്ട് കാര്യമില്ല. ഞാൻ ഏതായാലും ഇനി കുറച്ചുനാൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാം മാറാതെ പിടിച്ച് കിടക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിൽ മുമ്പ് നിന്നൊരാളുണ്ടല്ലോ, അയാളെ വിളിച്ച് എല്ലാം ക്ലീൻ ചെയ്യിച്ചു. ഞാനും കുറച്ചു ദിവസം അവിടെ വന്ന് നിക്കട്ടെ അച്ഛാ. നിൽക്കുന്നതിൽ വിരോധമില്ല. പക്ഷെ ഇപ്പൊ മാറിയ നിന്റെ ഭർത്താവും മക്കളും ഒക്കെ സംശയിക്കും. അവസാനം ശാപമോക്ഷം കിട്ടി. അപ്പച്ചി പറഞ്ഞു തന്നെ വിളിച്ചോണ്ട് വരാൻ. എടോ, മിഴിച്ചു നോക്കണ്ട, ഞാൻ പറഞ്ഞ സത്യാടോ. അപ്പച്ചിക്ക് എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷെ തന്റെ പ്രാർത്ഥന കൊണ്ടാവാം. എന്തായാലും എന്നെ വിളിച്ചു പറഞ്ഞു തന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരാൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് അപ്പച്ചിയുടെ മറ്റൊരു നാടകമാണെങ്കിലോ? അങ്ങനെയൊക്കെയുള്ള സംശയം എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പച്ചിക്ക് എന്തോ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ആളാകെ മാറിയെന്ന് അറിയാൻ കഴിഞ്ഞത്. ശരത്തങ്കലിനെ വിളിച്ചപ്പോഴത് തന്നെയാ പറഞ്ഞേ, ഇപ്പോഴത്തെ അപ്പച്ചിയുടെ അവസ്ഥ ദയനീയമാണെന്ന്. ആ നാഗപൂജ ചെയ്യാൻ പറഞ്ഞതും നാഗമന്ത്രങ്ങളിൽ തെറ്റിച്ച് പറഞ്ഞുമൊക്കെ തിരിച്ചടിയായിന്നാ തോന്നുന്നത്. നാഗത്തിന്റെ അനുഗ്രഹമുള്ള കാർത്തൂനെ സർപ്പദൈവങ്ങൾ സംരക്ഷിച്ചെന്ന് വേണം പറയാൻ. എന്തായാലും അപ്പച്ചി അനുവാദം തന്നല്ലോ, ഇനി എനിക്കൊപ്പം വന്നൂടെ? പറ്റില്ല. അങ്ങനെ കാർത്തു വന്നാൽ എങ്ങനെ ശരിയാ അരുണേ? അരുണല്ല കാർത്തുനെ അവിടുന്ന് പുറത്താക്കിയത്, അരുണിന്റെ അപ്പച്ചിയാ. അപ്പൊ അവര് വന്ന് വിളിക്കുന്നില്ലേ മാന്യത? കണ്ട, അപ്പച്ചിയാ പറഞ്ഞത് കാർത്തുനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. എന്നാ പിന്നെ അപ്പച്ചിക്ക് വന്നൂടെ? അരുൺ വിഷമിക്കണ്ട, അപ്പച്ചി വരും, എനിക്കുറപ്പാ. ഇടയ്ക്കൊന്ന് കണ്ണേട്ടൻ എന്തോ കളിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, അവരുടെ ദൃഷ്ടിയിൽ ഞാനൊരു ജയിൽ പുള്ളിയല്ലേ. അങ്ങനെയുള്ള ഞാൻ എന്ത് കളി കളിക്കാനാ? സാറ് പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണേട്ട. അപ്പച്ചി മാറുമെന്ന് കണ്ണേട്ടൻ ഞങ്ങളോടും പറഞ്ഞതാ. എന്നും എല്ലാവർക്കും ഒരുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും മാറ്റം വരും. അതുകൊണ്ട് തന്നെ അവൾ ആരെയും സങ്കടപ്പെടുത്താറില്ല, ആരോടും അങ്ങനൊരു വർത്തമാനം പോലും പറയാറില്ല. അതുകൊണ്ട് അവള് സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ദൈവങ്ങള് എപ്പോഴും അവളുടെ കൂട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ പോലും മൂടി വെച്ചിരുന്ന രഹസ്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞത്. എങ്കിൽ മാത്രമേ എന്റെ കുഞ്ഞിന് രക്ഷയുള്ളൂ എന്ന് അവള് മനസ്സിൽ കൊണ്ടു നടന്ന ദൈവങ്ങൾക്ക് തോന്നിക്കാണും. നിങ്ങൾ അന്ന് കണ്ട ദേവയല്ലിപ്പോഴോള്, അവൾ ആകെ തകർന്നിരിക്കുക.
അതെനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തന്നെ അവരുടെ പകുതി ജീവൻ പോയിരുന്നു. എന്തായാലും എന്റെ നാവിന്ന് ഇത് മറ്റൊരാളും അറിയില്ല. കാർത്തൂന് അരുണിനോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഞാനിത് ആരോടും പറയില്ല. എന്റെ കുട്ടിയെ അന്തസ്സായിട്ട് നോക്കാൻ എനിക്കറിയാം. അവക്കും എന്റെ തണലിൽ കഴിയുന്നത് സമാധാനാ. അതുകൊണ്ട് സാറിന്റെ മകളെ കുരുതി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ കാർത്തൂനി അരുണിനൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നടക്കണം. സാറിന്റെ മകള് തന്നെ കാർത്തൂനെ വന്ന് വിളിക്കണം. തോൽവിയായിട്ടൊന്നും കരുതണ്ട. അതാണ് ന്യായം. അത് തന്നെയാണ് ശരി. പുറത്താക്കിയവര് തന്നെ തിരികെ വിളിക്കുന്നു. എന്റെ മോൾ എന്നെ തോറ്റതാകണ്ട. പിന്നെ ആ തോൽവി മറയ്ക്കാനാ അവൾ ഈ പ്രകടനങ്ങളൊക്കെ കാട്ടുന്നത്. ഞാൻ ഏതായാലും എല്ലാം എന്റെ മോളോട് പറയാം. പിന്നെ എന്താന്ന് വെച്ചാ അവള് തീരുമാനിക്കട്ടെ. മോളെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം ഒരുതരം ആശ്രമ ജീവിതം തന്നെയാ. ഇടയ്ക്ക് എന്റെ വീടിനൊരു ഗൃഹനാഥനുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒന്ന് വീട്ടിൽ വരും. ബാക്കി സമയം മുഴുവൻ കാഞ്ഞങ്ങാട് ഒരു ആശ്രമത്തിലാ. ഇനിയിപ്പോ മോക്ക് സമാധാനം കിട്ടിയിട്ടേ മടങ്ങുന്നുള്ളൂ. കാണാം. കണ്ടിട്ട് എന്തായി അച്ഛാ? ഞാൻ കാർത്തുവിനെ തിരികെ വിടണമെന്ന് പറഞ്ഞു. പക്ഷേ നീ തന്നെ ചെന്ന് വിളിക്കണമെന്ന് അയാൾ തറപ്പിച്ച് പറയുന്നത്. അച്ഛൻ വേറൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല. കൊടുങ്കാടിന്റെ നടുവിലുള്ള റോഡിലാ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ആ രംഗം അയാൾ കണ്ടിട്ടുമുണ്ട്. ആനത്താരക്കടുത്താ കുഞ്ഞിനെ കൊണ്ടുവച്ചത്. ആ സമയത്ത് ആനകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ പിടിച്ചിട്ട് നീ നിന്നില്ല. ഭ്രാന്തായിരുന്നു നിനക്കപ്പോ. പറയണ്ട പറയണ്ട, എനിക്കതൊന്നും കേൾക്കാനുള്ള മനക്കെട്ടിയില്ല. അതേപ്പറ്റിയൊക്കെ അയാൾ പറഞ്ഞു. ആനകൾ പാസ് ചെയ്ത് പോയതുകൊണ്ട് അയാൾ വന്ന് പെട്ടി ഓട്ടോയുടെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ആനകൾ പോയപ്പോ അയാൾ രംഗം കണ്ടു. പക്ഷേ അയാളെ നമ്മൾ കണ്ടില്ല. കാറിന്റെ പ്രകാശത്തിൽ നിന്റെ മുഖം വ്യക്തമായി കണ്ടു അയാൾ. കുഞ്ഞാണോ കാർത്തു? ആണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അയാള് സമ്മതിച്ചിട്ടില്ല. തല വെട്ടിപ്പൊളിയുന്ന വേദന എനിക്ക്. ഇത്രയും നാൾ എല്ലാവരും മുന്നിൽ തല ഉയർത്തി നിന്നിട്ടേ ഉള്ളൂ. എല്ലാ കാലവും അതിന് പറ്റുമോ മോളെ? നിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റുള്ളപ്പോ നീ അതറിഞ്ഞ് പെരുമാറണമായിരുന്നു. നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ ചെയ്ത തെറ്റിന് എല്ലാ ആണുങ്ങളും വെറുക്കാൻ പാടില്ലായിരുന്നു, സ്വന്തം ഭർത്താവിനെ പോലും. ഇപ്പോ ആ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ ചൂളി നിൽക്കുക. 10-20 കൊല്ലം അയാൾ നിന്റെ മുമ്പിൽ ചൂളി നിന്നില്ലേ? വിവാഹം കഴിക്കുന്ന സമയത്ത് കുറച്ച് കളർ കുറവായിരുന്നു. അതിന്റെ പേരിൽ നീ ശരത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നല്ലൊരു ബന്ധം വന്നപ്പോ നിന്റെ കഥകൾ അറിയാവുന്നതുകൊണ്ട് ഇടിപിടിയും നടത്തിയതാ. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവിനെ കിട്ടിയത്. അയാളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നീ എന്റെ അരിയിലേക്ക് തിരിച്ചു വന്നേനെ. അതായിരുന്നു നല്ലത്. ഇല്ലെങ്കിൽ ഇതൊക്കെ അയാളെ തന്നെ ചെയ്തേനെ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ. ദൈവം വളരെ വലിയവനാമേ. ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പച്ചി എന്നെ വിളിച്ചു പറഞ്ഞ കാർത്തൂനെ കൂട്ടിക്കൊണ്ടുവരാൻ. സത്യമാണോ മോൻ പറഞ്ഞത്? അതെന്നെ. എന്നിട്ട് നീ പോയി വിളിച്ചില്ലേ? വിളിച്ചു. പക്ഷെ അപ്പച്ചി നേരിട്ട് ഒന്ന് വിളിക്കാതെ
കാർത്തൂനെ തിരിവിടില്ലെന്ന് കണ്ണേട്ടൻ പറയുന്നത്. അത് അയാള് പറഞ്ഞതില് ന്യായം ഉണ്ടല്ലോ മോനെ. ന്യായമൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ അമ്മ ഒരിക്കലും പോയി വിളിക്കില്ല. എന്നെന്താ ഇത്ര ഉറപ്പ്? ആ അമ്മയാ ഇന്ന് അരുണിനോട് പറഞ്ഞത് കാർത്തൂനെ കൂട്ടിക്കൊണ്ടുവരാൻ. അതിവൻ പറയുന്ന ഞാനും കേട്ടു. അതൊക്കെ സത്യമാണോ എന്ന് അറിയണമെങ്കിലേ അമ്മയെ വിളിച്ച് ചോദിക്കണം. മൊബൈല് കയ്യിലുണ്ടല്ലോ, വിളിച്ചു ചോദിക്കും. അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. എന്റെ ബലമായ വിശ്വാസം അവൾ അമ്മയ്ക്ക് എന്തോ കൈവശം കൊടുത്തുന്ന. അങ്ങനെ കൊടുക്കാൻ അയാൾ ഇവിടെ ഉണ്ടോ? നിന്റെ കൈവശം കൊടുത്തു വിട്ടാലും മതിയല്ലോ. വായില് വരുന്ന ഓരോന്ന് വിളിച്ചു പറയാതെ നീ ഒന്ന് പോയേ. ഞാൻ പറഞ്ഞത് സത്യം അമ്മായി. പെട്ടെന്നാണ് അമ്മ മാറിയത്. അതിന് പിന്നിൽ കൈവശം മാത്രമല്ല, ആ ജയിൽ പുള്ളിയുണ്ട്. അവൻ എന്തോ പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതെ, കണ്ണേട്ടൻ എടുത്തേക്കാൾ ഒരുപാട് മൂത്തതാ. അതുകൊണ്ട് അവൻ ഇവൻ എന്നൊക്കെയുള്ള വിളി അങ്ങ് അവസാനിപ്പിച്ചേക്കണം. അവൻ 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 അങ്ങനെ ഞാൻ വിളിക്കൂ. സംസ്കാരം ഇല്ലല്ലോ, പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. പിന്നെ ആർക്കാടാ സംസ്കാരം? ഒരു ജയിൽ പുള്ളി വളർത്തിയ കാട്ടിക്കിടന്ന് ഒരുത്തിക്കോ? എന്തായാലും കാർത്തു നിന്നെക്കാളും മെച്ചോ. ദേ, അമ്മായി ഇവന്റെ കൂടെ നിക്കരുത്. ഞാനേ ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കൂ. കാർത്തു എവിടെയുള്ളപ്പോ ഈ വീട്ടിനകത്തൊരു വെളിച്ചം ഉണ്ടായിരുന്നു. ദേ, ഈ വിളക്കൊക്കെ മിനുക്കിയിട്ട് സന്ധ്യാസമയത്ത് പൂജാമറിയിൽ വിളക്ക് തെളിയിച്ച് കാർത്തു നാമം ചൊല്ലുമായിരുന്നു. അതൊരു ഐശ്വര്യമല്ലേ? എനിക്ക് ഐശ്വര്യം കുറച്ച് കുറവാ. എന്നാലും എനിക്ക് പേരെടുത്ത് പറയാൻ ഒരമ്മയും അച്ഛനും ഉണ്ട്. അമ്മയും അച്ഛനുണ്ടെന്ന് കരുതി എല്ലാ മക്കളുടെ സ്വഭാവം നന്നാവോ? നിന്നെ പോലെ തലതിരിഞ്ഞ കുറെ എണ്ണം ഉണ്ട്. അവരൊരിക്കലും നന്നാവില്ലടാ. ശരി, ഞാൻ തലതിരിഞ്ഞ ഒരുത്തനാ. അങ്ങനെയുള്ള എന്റെ തല എന്തിനാ ഏട്ടത്തിയുടെ അനിയത്തെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേടി, എന്താ മറുപടി പറയാത്തെ? അമ്മയും മോനും കൂടി ഒരുപോലെ നിക്കുവാ എന്നെ അടിച്ചിരുത്താൻ. കാർത്തൂന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണോ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നേ? സ്വഭാവദൂഷ്യം ഇല്ലാത്തവര് ഭർത്താവിന്റെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കേണ്ടത്? എടാ, നീ കാർത്തൂരിനോട് അന്നത്തെ രാത്രി കാണിച്ച അക്രമത്തിനും സാക്ഷിയാ ഞാൻ. എന്നിട്ട് നീ നല്ല വെള്ളം ചമയുന്നു പല സമയത്തും. അന്നത്തെ ആ സംഭവം ഇപ്പോഴും എന്റെ കൊച്ചിന്റെ ഉള്ളിൽ കിടക്കുക. ആ മുറിവ് ഇതുവരെയും കരഞ്ഞിട്ടില്ല. അതവളുടെ ദാമ്പത്യത്തെയും ബാധിച്ചിരിക്കുക. ഓ, ഇനിയിപ്പോ അങ്ങനെ പറയാം. എല്ലാം എന്റെ തലയിലോട്ട് കെട്ടിവെക്കും. അതെടാ, എന്റെ കുഞ്ഞും അരുണുമായിട്ടുള്ള ദാമ്പത്യത്തിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായത് ആ സംഭവമാ. അതിന് നിനക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല. എന്നിട്ടും എന്റെ കൊച്ചിനെയും പവിത്രയും നീ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, കൊന്നുകളെങ്ങനെ ഞാൻ. അയ്യോ, അവനൊരു ഡോക്ടർ. എടാ, നിന്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതിന് കാരണക്കാരിയാവാൻ പോകുന്നത് നിന്റെ ഭാര്യ തന്നെയാ. അതുകൊണ്ട് മോനെ, കാർത്തൂന്റെയും പവിത്രയുടെ കാര്യമൊന്നും നീ അന്വേഷിക്കണ്ട. കാർത്തു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അവളെ തിരിച്ചു കൊണ്ടുവിടാനും അറിയാം. പക്ഷേ നിന്റെ ഭാര്യ അടഞ്ഞ നിനക്ക് നിന്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അവൾ എന്നെ ജീവനായി കരുതുന്ന പെണ്ണ. അതുകൊണ്ട് അവള് മരണം വരെ എന്റെ കൂടെ ഉണ്ടാവും. നിന്നെ പോലെ ബുദ്ധിവികാസം ഇല്ലാത്ത ഒരുത്തനോട് സത്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യയുടെ സ്വഭാവം ഈ നാട്ടിൽ മുഴുവൻ പാട്ടാ. അത് നിന്റെ കാതിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന നിന്നെ പോലെ ഒരുത്തന് ഭാര്യ എങ്ങനെ പോയാലെന്താ? നിനക്ക് സുഖമായിട്ട് ജീവിക്കണം. ആദ്യം മനുഷ്യനാവാൻ പഠിക്കേ. നീ ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ? മനുഷ്യനാരാ മാടാരാന്നൊക്കെ സ്വയം വിലയിരുത്തിയാ മതി. വിലയിരുത്തുന്നുണ്ടാ. പക്ഷേ നിന്നെ മനുഷ്യനായിട്ടും മാടായിട്ടും കാണാൻ പറ്റില്ല. എനിക്ക് ശരത്തേട്ടനോടൊന്നല്ല, ആണുങ്ങളോട് മൊത്തത്തിൽ വെറുപ്പായിരുന്നു. അതിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് പരാതിയില്ല. താനൊന്ന് ഉഷാറായ മതി, അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇപ്പൊ മാളും മഞ്ജുവൊക്കെ ആകെ കൺഫ്യൂഷനില്ല. എന്റെ ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളും ഇല്ല. എല്ലാം ഞാൻ തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തനിക്കും ആയിക്കൂടെ. എന്ത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനിക്കുണ്ട്. എനിക്കൊരു സമാധാനമില്ല. നാളെ ഒന്ന് നാഗക്ഷേത്രത്തിൽ പോണം. ഈ നാഗപൂജയും കള്ള ജ്യോത്സ്യന്മാരുടെ പ്രവചനമൊക്കെ സകലതിനും വഴിതെളിച്ചത്.
അതിനുശേഷം തനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തന്നെ പാമ്പ് കടിച്ചെടുത്തെന്നായിരുന്നു തുടക്കം. പിന്നെ വെറുതെ നിരപരാധിയായ ഒരു കൊച്ചിനെ പുറന്തള്ളി. ശരിയാ, അവള് നിരപരാധിയായിരുന്നു. എങ്കിൽ പോയി തിരികെ വിളിച്ചൂടെ? വേണമെങ്കിൽ ഞാനും വരാം. ഞാൻ ആദ്യം ഒന്ന് നാഗക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ. ഞാനും കൂടെ വരാം. വേണ്ട, നാഗമന്ത്രങ്ങൾ തെറ്റിച്ചു ചൊല്ലിയത് വലിയ തെറ്റായി പോയെന്നറിയാം ഭഗവാനെ. അതിന് എന്നോട് പൊറുക്കണം. ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ശക്തി തരണം. വഴക്കിനായിട്ടല്ല വന്നത്. അരുൺ വന്ന് വിളിച്ചു എന്നറിഞ്ഞു. അപ്പോഴൊക്കെ ഇറക്കി വിട്ട ആള് തന്നെ വന്ന് വിളിച്ചാലേ തിരികെ വിടൂന്ന് പറഞ്ഞു. അതുകൊണ്ടാ വന്നേ, കാർത്തൂനെ കൂട്ടിക്കൊണ്ടു പോവാൻ. എന്താ വിശ്വാസം വരുന്നില്ലേ? കണ്ണേട്ടൻ പറഞ്ഞിരുന്നു എപ്പോഴായാലും അരുണിന്റെ അപ്പച്ചി വരുമെന്ന്. അതിന്റെ കാരണം പറഞ്ഞോ? ഒരുപാട് ചോദിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്ന കൂട്ടത്തിലല്ല കണ്ണേട്ടൻ. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. വിരുന്നിന് വന്നപ്പോ പവിത്ര മോളെ വേദനിപ്പിച്ച വിട്ടത്. ആ കുഞ്ഞിനെ പോലും ആഹാരം കഴിക്കാൻ സമ്മതിച്ചില്ല. ഭക്ഷണത്തിന്റെ മുമ്പീന്ന് ഇറക്കി വിടുന്നത് പാപമാണെന്നറിയാം. അതെനിക്കുള്ള പ്രായശ്ചിത്തം ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. ആ നേരത്ത് കുറച്ച് വിഷമിച്ചെങ്കിലും ഞങ്ങളൊക്കെ അത് മറന്നു കഴിഞ്ഞു. പക്ഷേ നടന്നതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി ഉള്ളത് പറയാം. കാർത്തൂനെ കൊല്ലണോന്ന് പോലും ആഗ്രഹിച്ചിരുന്നു ഞാൻ. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് കാർത്തവുമായി ഒരു മത്സരവും ഇല്ല. എന്റെ മോളെ അവളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയില്ല. കാർത്തൂനെ അരുണിന് വേണ്ടി ദൈവം കണ്ടെത്തിയതാ. അവർ തമ്മിൽ ഒന്നിക്കണം, ഒന്നിച്ച് ജീവിക്കണം. അരുണിന് കാർത്തൂന്ന് വെച്ച ജീവനാ. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ പ്രയാസമാ. അതുകൊണ്ട് കാർത്തു അരുണിന്റെ വീട്ടിലേക്ക് വരണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പിന്നെ കാർത്തൂന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാ അങ്ങോട്ട് വിടാൻ വിഷമമുണ്ടാവുമല്ലോ. ഇനി കാർത്തു പാലക്കൽ തറവാടിന്റെ മരുമകളായിട്ട് അരുണിന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കും.